ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് അധികം നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിക്കാണ്. നീണ്ട ഇടവേളകൾക്ക് ശേഷം ഇതിലൂടെ മടങ്ങിയെത്തിയിരിക്കുന്നത്. അത് കൊള്ളാം അല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. ഇന്ന് നമ്മളെല്ലാവരും പ്രാങ്ക് ചെയ്യാൻ പോയത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സാധനം കൊണ്ടിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന കാര്യം വേറെ ആർക്കും അറിയത്തില്ല കേട്ടോ. ഞാൻ മോളിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ സംഭവം ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്കിവിടെ വെക്കാതെ ഇത് വേറൊന്നുമല്ല, എൻ്റെ സ്വന്തം പാമ്പ് കൂട്ടൻ. വട അപ്പം നോക്കടാ കണ്ടു സർപ്പം എന്ന് പറഞ്ഞ സർപ്പം 10 വിടർത്ത് നിൽപ്പുണ്ട്. കൊള്ളാം കേട്ടോ, ഒരു ഒറിജിനാലിറ്റി ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് ഇത്രയും ചെറുതല്ല. നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പാമ്പാണ് കേട്ടോ. ഇതിനകത്ത് മരത്തിലൊക്കെ ചുറ്റിരിക്കണപ്പോൾ ഞാൻ വിളിച്ച് ഭയങ്കര വലുതായിരിക്കും, അത് വിചാരിച്ചാണ് വാങ്ങിച്ചത്. പക്ഷെ നമുക്ക് കിട്ടിയത് ഈ ഒരു ഐറ്റമാണ്. എന്നാലും സാരമില്ല, ഒരു ഒറിജിനാലിറ്റി ലുക്കൊക്കെ ഉണ്ട്. നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പേടിക്കുകയെന്ന് ചോദിച്ചാൽ പേടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മ എന്തായാലും പേടിക്കും. പാപ്പാനെ പേടിക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ ഉമ്മയുടെ കയ്യിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ണടപ്പിച്ചിട്ട് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സാധനം എന്ന് പറഞ്ഞിട്ട് നമുക്കിത് കൈ വെച്ച് കൊടുക്കാം. അപ്പോൾ പേടിക്കുമായിരിക്കും, പേടിക്കേണ്ടതാണ്. പക്ഷേ ഈ വാപ്പാൻ്റെ കാര്യത്തിൽ കൈ വെച്ച് കൊടുത്താൽ അങ്ങനെ പേടിക്കുന്നില്ല. അത് നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്തേക്കിട്ടാ. അപ്പോൾ നമുക്ക് നേരെ പ്രാങ്ക് പരിപാടിയിലേക്ക് പോവാം. അപ്പം 10 വിടർത്ത് നിൽക്കാം ഗൈസ്. ഞാനപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ടുണ്ട്. ഉമ്മ കടയിൽ നിൽക്കുന്നുണ്ട. അപ്പോൾ നമ്മൾ നോർമലി വീഡിയോ എടുക്കുന്ന പോലെ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് വേണ്ടി നമുക്ക് നൈസായിട്ട് കൈ വെച്ച് കൊടുക്കാം ഗൈസ്. ദേ ഉമ്മ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഉമ്മാനെങ്ങാട്ട് വിളിക്കാം. ഉമ്മ ഒന്ന് വന്നേ, ഒന്ന് വന്നേ. ഇവിടെ നിൽക്കി. ഉമ്മാക്കൊരു സർപ്രൈസ് ഉണ്ട്. കണ്ണടച്ച് കൈ നീട്ടണം. കണ്ണടച്ച് കൈ നീട്ട്. രണ്ട് കൈ നീട്ട്. പറ്റിക്കാരാ? പ്രാണിയാ? ഇതെന്താണ് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? സർപ്രൈസ് ആണ്, സർപ്രൈസ്. കണ്ണടച്ച് കണ്ണട ശരിക്കും നമുക്ക് അറിയാൻ റെഡി ആയിട്ടിരുന്നു. എന്ത് സ്നേഹം കൊണ്ടുള്ള കാര്യത്തിലാണ് ഉദ്ദേശിച്ചത്. എന്തായാലും പേടിപ്പിക്കാനൊന്നുമല്ല. ഉമ്മക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഉമ്മ സന്തോഷം കൊണ്ട് കാര്യമെന്നാണ് ഉദ്ദേശിച്ചത്. ഉമ്മക്ക് ഞാൻ ഇതുവരെ ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല. എന്തേലും മേടിച്ചാ കണ്ടാ ഉമ്മ പേടിക്കാനായിട്ട്? ആ പിന്നെന്താ? എങ്ങനെയുണ്ട്? ഉമ്മക്ക് മനസ്സിലായി. സാരകരായിട്ട് മിണ്ടരുത്. നമുക്ക് എല്ലാവരും പ്രാങ്ക് ചെയ്യണം. അണലി സർപ്പം. ഓരോരുത്തരും പ്രാങ്ക് ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാവരും പറയും. അപ്പം മിണ്ടരുത്, നമുക്ക് എല്ലാവരും പ്രാങ്ക് ചെയ്യാം. എല്ലാവരും പറയല് ഗൈസ്. അടുത്തടുത്ത് വാപ്പാനായിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകും. വാപ്പാടെ മിക്കവാറും ഒന്നെങ്കിൽ അടി കിട്ടും, അല്ലെങ്കിൽ അടക്കൊക്കെ മിക്കവാറും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വാപ്പ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ വാപ്പാടെ മേത്ത് കൊണ്ട് ഇട്ടിട്ട് ഉമ്മാനെ കൊണ്ട് ഇങ്ങനെ ഇതെന്താ മേത്തിരിക്കണമെന്ന് ചോദിപ്പിക്കാം. ഗൈസ് ഞാൻ ഉണ്ടല്ല, ഇനി അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വാപ്പ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉമ്മായ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ചെന്നിട്ട് നോക്കാം. ബാപ്പാടെ കാലം ഉമ്മ ആട്ടെ പേടിച്ചു. ഞാൻ ഓരോരുത്തരെ പേടിപ്പിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഉമ്മ പേടിച്ച് കാണണം. എങ്ങനെയാണ് കൊടൂര തീനുണ്ട് ഇങ്ങനെ? ബാപ്പാനെ പേടിപ്പിച്ചു ഉമ്മ. എന്നാ
ഗൈസ് ഞാൻ നോക്കുമ്പോഴേ അടുക്കള വശത്തൊരു പൂച്ചിരിപ്പണ കേട്ടോ. നമുക്ക് ആ പൂച്ചയുടെ മുമ്പിലോട്ട് പവരിട്ട് കൊടുക്കാം. എന്താ പറ്റും നോക്കാം. കാറിൻ്റെ അടിയിലുണ്ട് ആൾ. വാടാ വാടാ മോനെ. കണ്ടപടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്ര ഇമ്പാക്ട് കിട്ടിയില്ല. മര്യാദ കണ്ടില്ല സാധനം. പോട്ടെ ഗൈസ്, ഉമ്മ ചതിച്ചാണ്. വാപ്പാനെ മര്യാദ കാണിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഉമ്മ അതിനേക്കാളും മുമ്പ് പേടിച്ച്. ഉമ്മാനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പഠിപ്പിക്കാന്നുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ അതിനേക്കാളും മുമ്പ് പേടിച്ച് വാപ്പാനെ വിളിച്ച് കാണിച്ചു കൊടുത്ത്. അതാണ് സംഭവം. ഇന്നാ പിടിച്ചു. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. കേട്ടാ ഭയങ്കര പേടിയാണ്. കണ്ടാലും പേടി. എങ്ങനെയുണ്ട് സാധനം? അത് കൊള്ളാം. ഓർക്കാപ്പുറത്തുള്ള സാധനം. എക്സ്പ്രഷൻ കണ്ടാ അറിയാം. അയ്യോ അറ്റാക്കും വരാതെ ഭാഗ്യം. ഗൈസ് ഞാൻ ഉണ്ടല്ല ഇക്കടെ പിള്ളേരെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ മദ്രസയിൽ പോയിട്ട് വന്ന വഴി വന്നാട്ടാ. അപ്പോൾ അവർ എപ്പോഴും വീഡിയോ കാണിക്കുന്ന ഭയങ്കര ഇതായിട്ടാ. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ കാണിക്കാൻ പറയില്ല അവർ. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അവിടെ പരിചയപ്പെടാം. ഉണ്ടോ ഇതേ ഗൈസ് അവരോട് ഇപ്പോഴും എന്താണ് നിരന്നൊക്കെ നിൽക്കണത്, പൊക്കനുസരിച്ചൊക്കെ നിൽക്കണത്. ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ കണ്ട. നിന്റെ പേര് പറഞ്ഞടാ. ഇവനിങ്ങനെ ഇവനെ അറിയാല്ലേ. ഓ ഇവനൊക്കെ കുരുത്തക്കേട് അല്ലടാ, കുരുത്തക്കേട്. ആ ഏസ് അപ്പ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ കാക്കേ എന്താ സാധനം? അതെന്നാടാ താഴത്ത്? എടാ പറയുന്നടാ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇന്നലെ പിള്ളേർക്കൊന്നും പേടിയില്ല തോന്നി. ഞാൻ വിചാരിച്ചവൻ ഞെട്ടണില്ല. ഞെട്ട ആ അങ്ങനെ പൊളിക്കല്ലേ. ഞാൻ വിചാരിച്ചവനൊക്കെ വായത് പദവന്ന് ഇവിടെ കിടക്കുന്ന ഞാൻ വിചാരിച്ചു. ഇവനൊന്നും പേടിയില്ലല്ലോടാ. എന്തുവാടാ ഇങ്ങനെയാണോ ഒരു കാര്യം കാണിക്കണത്? നീ വാലെ പിടിച്ച് പൊക്കണം. എന്റെ ടൈമിങ് കുറച്ച് പാലിൽ പോയി. അത് വേറൊരു കാര്യം. അവർ മൊത്തം തിരിഞ്ഞിരിക്കുന്നു. ഗൈസ് അവരുടെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടല്ലോ നാളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ അവന്മാരെ കൂട്ടുകാരൊക്കെ ഒന്ന് പേടിപ്പിച്ച് നോക്കാം. അവന്മാരിങ്ങനെ പേടിക്കുന്നില്ല, ധീരന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കണ്ടാൽ പേടിക്കുന്ന ആൾക്കാരൊന്നുമില്ല. എന്താ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാളെ അവന്മാരെ ഒന്ന് പ്രാങ്ക് ചെയ്യാം. ഗൈസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാളെ ക്രിസ്മസ് പരിപാടിയാണ്. അപ്പോൾ അവിടെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഐറ്റത്തിൽ അവിടെ കാണിച്ചു നമുക്ക് പ്രാങ്ക് ചെയ്യാം. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഞാനുണ്ടല്ല കൂട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി സംഭവമൊക്കെ സെറ്റാക്കി വെച്ചാട്ടാ. പക്ഷെ ക്യാമറ ഓടാക്കാൻ പറഞ്ഞു പോയി. കഷ്ടതയെ ഓടി പോകാൻ. ഇതേ നമ്മുടെ പാമ്പ് കൂട്ടണ വെച്ചുള്ള വീഡിയോ ഒന്നും നൈസ് അല്ലായിരുന്നു. കുറച്ച് ചിരിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നതിലേക്കും ബൈ.